അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള, ഒരുപാട് പേർക്ക് അതിലുപരി ആവശ്യമുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. ഞാനടക്കമുള്ള എല്ലാ ആൾക്കാരും, അറിയുന്ന ആൾക്കാരെ മാത്രം പരിഗണിക്കുന്നുള്ളൂ എന്ന് എനിക്കൊരു തോന്നൽ. കാരണം അറബി വായിക്കാൻ അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മറ്റ് ദിക്റുകളും നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരെ മാത്രം പരിഗണിക്കുന്നുള്ളൂ എന്ന് എനിക്കൊരു തോന്നൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ചെറുപ്പത്തിലെ സാഹചര്യങ്ങൾ കാരണം അതിനെക്കുറിച്ചൊന്നും അറിവ് നേടാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ വലുതാക്കുന്ന സമയത്ത് അറിവുണ്ടാവില്ല, പക്ഷെ അമൽ ചെയ്യാൻ അതിയായിട്ടുള്ള ആഗ്രഹമുള്ള ആൾക്കാർ. അങ്ങനത്തെ ആഗ്രഹമുള്ള ആൾക്കാരെന്ന് പറയുന്നത് മഹാഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. അവർക്ക് അറിവില്ല എന്നുള്ളത് അവരുടെ ഒരു തെറ്റല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് യൂട്യൂബിൽ തന്നെ അങ്ങനെ ആരും ചെയ്യാത്ത വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കറക്റ്റായിട്ട് നിസ്കാരത്തിൻ്റെ രൂപവും അതിലുള്ള എല്ലാ കാര്യങ്ങളും, ചൊല്ലാനുള്ള ദിക്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വലിയ ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ, ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആകും. നമ്മൾ പറയാറുണ്ടല്ലോ, 7 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിച്ച് നിസ്കരിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുട്ടികളെ ഇതുപോലെ ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. നിസ്കാരത്തെക്കുറിച്ച് അറിയുന്ന മക്കളാക്കി മാറ്റുക. എത്ര ചെറിയ പ്രായത്തിലായിക്കോട്ടെ എല്ലാ മക്കളെയും നമ്മൾ നിസ്കാരം പഠിപ്പിക്കണം. നിസ്കാരങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് 5 വക്ത് നിസ്കാരം നിർബന്ധമാണെന്ന് അവരിൽ ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉറപ്പാക്കി കൊടുത്തിട്ട് അപ്പോൾ അവരിങ്ങനെ താനെ നിസ്കരിക്കാൻ തുടങ്ങിക്കോളും. നമ്മളെല്ലാവരും 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്ന നമ്മളെ ഒരു സമയത്ത് നമുക്കറിയോ നമ്മുടെ നിസ്കാരങ്ങൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നിസ്കാരത്തിലുള്ള ഫർളായിട്ടുള്ള കാര്യങ്ങളിലുള്ള ചെറിയ ചെറിയ അശ്രദ്ധ പോലും, ചെറിയ ചെറിയ തെറ്റുകൾ പോലും നമ്മൾക്ക് അത് അല്ലാഹു തആല ആ ഒരു നിസ്കാരം സ്വീകരിക്കാതിരിക്കാൻ കാരണമായി തീരും. ഒരുപക്ഷെ നമ്മുടെ വിചാരം നമ്മുടെ നിസ്കാരങ്ങളെല്ലാം പെർഫെക്റ്റാണ്, അല്ലാഹു തആല നമ്മുടെ എല്ലാ നിസ്കാരങ്ങളും സ്വീകരിക്കുന്നുണ്ട്, നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, വേറെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നേ ഇല്ല. പക്ഷേ അഥവാ എങ്ങനെ നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ജീവിച്ചത് നമ്മുടെ ഇത് ബാക്കിയാക്കി പോകും. അല്ലാതെ നമുക്ക് പരലോകത്തേക്ക് അതൊരു ഫലവും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അശ്രദ്ധമായിട്ടുള്ള ഓരോ ചിന്തകൾ, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ പറ്റാത്ത അവസ്ഥ, ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മുടെ നിസ്കാരം ബാത്തുലാകാൻ കാരണമായിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കാരണങ്ങളാണ്. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിലുള്ള ചെറുതായിട്ട് നമ്മൾ നിസ്കാരത്തിൽ ഉപയോഗിക്കുന്ന ദിക്റുകളും ദുആകളൊന്നും അല്ലാത്ത മൈന്യൂട്ടായിട്ടുള്ള ചെറിയത് നമ്മൾ അറിഞ്ഞുകൊണ്ടൊക്കെ നമ്മുടെ വായിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞാൽ വരെ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. അപ്പം അത്രയും സൂക്ഷ്മമായിട്ടുള്ളൊരു കാര്യമാണ് നിസ്കാരം, ഒരു മഹത്തമായിട്ടുള്ളൊരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നിസ്കാരം കളിയായിട്ട് കാണാതെ കാര്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിസ്കരിക്കാനൊക്കെ അറിയുന്ന ആളായിരിക്കും. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും കാലം നിങ്ങൾ നിസ്കരിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ, അല്ലെങ്കിൽ നിങ്ങളുടെ നിസ്കാരത്തിലുണ്ടായിട്ടുള്ള നിങ്ങൾ അറിയാതെ പോയിട്ടുള്ള തെറ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു തെറ്റെങ്കിലും എല്ലാവരുടെതിലും ഉണ്ടാവും. അല്ലാഹു തആല നമ്മളതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തരട്ടെ. ഇങ്ങനെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉണ്ടാകണം എന്നല്ലാട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അഥവാ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ തിരുത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു അവസരമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം പറയാണ്, നിസ്കാരം അറിയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ തുടക്കമൊക്കെ കാണുമ്പോൾ ബോറടിക്കുമായിരിക്കും. കാരണം നമ്മൾ ഒന്നും അറിയാത്തവരെ മുതൽ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഒന്നും അറിയാത്തവരെ തൊട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരാളും താനെ വന്നിട്ട് പറയൂല എനിക്ക് നിസ്കരിക്കാൻ അറിയത്തില്ല എന്നൊന്നും. കാരണം അതവർക്ക് ചിലപ്പോൾ കുറച്ചിലായിരിക്കും, അത് സ്വാഭാവികമായിട്ടും മനുഷ്യനല്ലേ, അപ്പോൾ അതങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ മക്കൾക്കോ കുഞ്ഞു കുട്ടികൾക്കോ, ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ യൂസ്ഫുൾ ആകട്ടെ. നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ, നമുക്കറിയാം, അറിയുന്നവർ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ. ചെറിയ കുട്ടികളൊക്കെ നിസ്കാരം പഠിപ്പിക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും. നിസ്കാരത്തിലുള്ള എല്ലാ ദിക്റുകളും ദുആകളും എല്ലാം നമ്മൾ ബാങ്കും ഇഖാമത്തും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ക്രീനിൽ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കുക, എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ജീവിതത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിലുള്ള എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊക്കെ കണ്ടെത്തി അതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അല്ലാഹു തആല തരുന്ന അവസരമാണ്, ബാക്കിയുള്ളവർക്ക് മാത്രം കിട്ടുന്ന അവസരമാണ്. കാരണം ചില ആളുകൾ, ഒരു കഥയുണ്ടല്ലോ, ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവരുടെ ഉപ്പ മരിച്ചു, ആ കുട്ടിയുടെ ഉപ്പ മരിച്ചു. ഉപ്പ മരിച്ചതിന് ശേഷം ആ കുട്ടി, ഉപ്പയൊക്കെ വലിയ ആൾക്കാരാണ്, നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന നല്ല ആൾക്കാരാണ്. അപ്പോൾ ആ കുട്ടിയുടെ സ്വപ്നത്തിൽ, ആ ഉപ്പ മരണത്തിൽപ്പെട്ട ശേഷം ഉപ്പ സ്വപ്നത്തിൽ വന്നിട്ട് കുട്ടിയോട് പറഞ്ഞു, കുട്ടി ചോദിച്ചു ഉപ്പ എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ സ്വപ്നത്തിൽ പറഞ്ഞു, മോനെ ഞാൻ എൻ്റെ എല്ലാ വർഷങ്ങളും എല്ലാ ദിവസങ്ങളിലും പകൽ മുഴുവൻ നോമ്പ് നോറ്റു, രാത്രി മുഴുവൻ നിസ്കരിച്ചു, ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു,
പക്ഷേ എൻ്റെ ഇബാദത്തുകളൊന്നും അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. അല്ലാഹു തആല എല്ലാം തട്ടിമാറ്റിയിട്ടുണ്ട്, ഒന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഒന്ന് സ്വീകരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം ഒരിക്കൽ വഴിയിൽ കിടക്കുന്ന ഒരു തടസ്സം, ഒരു മാലിന്യം നീക്കം ചെയ്തു, ഒരു വഴി വൃത്തിയാക്കി കൊടുത്തു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്വർഗം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥ നോക്കിയേ. ഇതിലിപ്പോൾ ഞാൻ വഴിയിൽ മാലിന്യം തട്ടി നീക്കിയപ്പോഴുള്ള മഹത്വത്തെക്കുറിച്ചല്ല മെയിനായിട്ട് ഇങ്ങോട്ട് ചെയ്തത്. മെയിനായിട്ട് ഞാൻ ഇത് ചെയ്തത് അതല്ല. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ നോമ്പ് നോറ്റു, ഒരുപാട് വർഷങ്ങൾ നിസ്കരിച്ചു, ഒരുപാട് യുദ്ധങ്ങളിൽ വരെ പങ്കെടുത്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെതൊന്നും സ്വീകരിച്ചിട്ടില്ല. അപ്പം നമ്മളെപ്പോലുള്ള ഈ ഒരു പാവപ്പെട്ട ആൾക്കാരുടെ ഇതൊക്കെ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കാരണം അല്ലാഹു തആല അതൊന്നും സ്വീകരിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം മുഴുവൻ വേസ്റ്റായി പോകും. പിന്നെ അദ്ദേഹത്തിന് ഭാഗ്യമുള്ളത് കൊണ്ട് അദ്ദേഹം ഒരിക്കൽ ചെയ്ത ആ ഒരു മാലിന്യം തട്ടിമാറ്റി എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിന് സ്വർഗം ലഭിച്ചു. നമുക്ക് ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരത്തിലൊക്കെ സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കണ്ടെത്തി അതൊക്കെ തിരുത്തി നമ്മൾ ചെയ്യുന്ന നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അല്ലാഹു തആല എന്തായാലും അത് അല്ലാഹു സ്വീകരിക്കുന്ന രീതിയിൽ നമ്മളാക്കുക. നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് ആർക്കാനും വേണ്ടി ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണമെന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ച്, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച്, പരലോക ജീവിതത്തിലെ സുഖം ആഗ്രഹിച്ചിട്ട്, സ്വർഗം ആഗ്രഹിച്ചിട്ട്, നല്ല മരണം ആഗ്രഹിച്ചിട്ട്, ഖബർ ജീവിതം സുഖകരമാവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞു, നിങ്ങളെ ബോറടിപ്പിച്ചു. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നിസ്കാരത്തിലെ ഓരോ ദിക്റുകളും കാര്യങ്ങളും ഓരോ സംഭവങ്ങളും എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ഇതായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് എടുക്കുന്നത് മഗ്‌രിബ് നിസ്കാരമാണ്. മഗ്‌രിബിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. മഗ്‌രിബിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മഗ്‌രിബ് 3 റക്അത്താണ്, അസ്ർ, ളുഹർ, ഇശാ ഇത് 4 റക്അത്താണ്, സുബ്ഹി 2 റക്അത്താണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, വെറുതെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ മഗ്‌രിബ് ഇവിടെ പറയുന്ന സമയത്ത് നമുക്ക് ളുഹർ ആയിക്കോട്ടെ, അസ്ർ ആയിക്കോട്ടെ എല്ലാം നമുക്ക് സെറ്റാവും. കാരണം അതൊക്കെ തന്നെയാണല്ലോ. പിന്നെ സുബ്ഹിയിൽ നമുക്ക് കുനൂത്ത് വരുന്നുണ്ടെന്നേ ഉള്ളൂ. അത് ഞാൻ വേറെ തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ മഗ്‌രിബ് നിസ്കാരം ആദ്യം തന്നെ നമുക്ക് നിയത്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാങ്കും ഇക്കാമത്തും കൊടുക്കണം അല്ലേ. പുരുഷന്മാർക്കാണെങ്കിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കണം, സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രം കൊടുത്താൽ മതി. എന്തായാലും ഞാനിവിടെ ബാങ്കും ഇക്കാമത്തും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ബാങ്കാണ്, അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബാങ്കാണ്. അപ്പോൾ ബാങ്ക് ഇതവിടെ ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഇതാണ് കേട്ടോ ബാങ്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാനിവിടെ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ബാങ്ക് കൊടുത്ത് എൻ്റെ അനിയൻകുട്ടിയാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഇക്കാമത്തും കൂടി നോക്കാം. അപ്പോൾ ഇക്കാമത്ത് ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ. അപ്പോൾ നമുക്കതിന് കേട്ടും കൂടി നോക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാത്ത്, ഖദ് ഖാമത്തിസ് സ്വലാത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനുശേഷം നമുക്ക് നിയത്ത് വെക്കണം. ഓരോ നിസ്കാരത്തിനും നിയത്ത് വ്യത്യാസമുണ്ടല്ലേ. ആ ഒരു നിസ്കാരം ഏതാണെന്നും അതിൻ്റെ വക്തൊക്കെ തന്നെ വ്യത്യാസമുള്ളൂ. നമുക്ക് മഗ്‌രിബിൻ്റെ നിയത്ത് നോക്കാം. ഞാനിവിടെ മലയാളത്തിലുള്ള നിയത്താണ് പറയുന്നത്. നിയത്ത് നമുക്ക് മലയാളത്തിലും അറബിയിലും ഒക്കെ വെക്കാം കേട്ടോ, ഇഷ്ടമുള്ളതിൽ വെക്കാം.
മലയാളത്തിൽ നിന്ന് നോക്കുക. മഗ്രിബ് എന്ന ഫർള് നിസ്കാരം 3 റക്അത്ത് അദാ ആയി അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇശാ ആണെന്നുണ്ടെങ്കിൽ ഇശാ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് അദാ ആയി അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. ഏതാണ് നിസ്കാരം, പിന്നെ അതുപോലെ തന്നെ അത് എത്ര വക്താണ്, നമ്മൾ അദാ ആയിട്ടാണോ ഖളാ ആയിട്ടാണോ നിസ്കരിക്കുന്നത്, അത് മാത്രമേ 3 എണ്ണത്തിലും വ്യത്യാസമുള്ളൂ കേട്ടോ. ഇനി അതിന് ശേഷം ബാങ്കും ഇക്കാമത്തിനും ശേഷം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യണം. അതായത് കൈകൾ രണ്ടും മേൽപോട്ട് 2 ചുമലുകൾക്ക് നേരെയും ഉയർത്തണം. നമ്മൾ കൈകൾ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനെ കൈയിൻ്റെ എല്ലാ വിരലുകളും കൂട്ടിപ്പിടിക്കാൻ പാടില്ല. കൈയിൻ്റെ വിരലുകളൊക്കെ ലൂസാക്കിയിട്ട് വിടർത്തി പിടിച്ചിട്ട് 2 കൈയും 2 ചുമലുകൾക്ക് നേരെ നീട്ടിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ കൈയിൻ്റെ ഒരു കൈ വലത് കൈ ഇടത് കൈയിൻ്റെ ആ ഒരു മണികണ്ഠത്തിൽ പിടിച്ചിട്ട് നിൽക്കണം. അതിനുശേഷം നമ്മൾ വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഞാനിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഓതുകയും ചെയ്യാം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അങ്ങനെ നമ്മൾ വജ്ജഹത്ത് ഓതാം. വജ്ജഹത്ത് ഓതിയതിന് ശേഷം നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതണം. ഫാത്തിഹ നമ്മൾ നിസ്കാരത്തിൽ ഓതൽ ഫർളാണ്. അപ്പോൾ ഫാത്തിഹ നിസ്കാരത്തിൽ നമ്മൾ വജ്ജഹത്ത് ഓതിയതിന് ശേഷം നമ്മൾ ഫാത്തിഹ ഓതുക. അതിനുശേഷം നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത് ഓതുക. ഇപ്പോൾ നമുക്ക് ഒരുപാട് സൂറത്തുകളുണ്ടല്ലേ, നമുക്കറിയുന്ന ചെറിയ സൂറത്തൊന്നുമില്ല, വലിയ സൂറത്ത് ഓതാം. പക്ഷേ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ചെറിയ സൂറത്ത് ഓതിയിട്ട് പഠിപ്പിക്കുക, ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത് ഓതുക. അതിനുശേഷം പിന്നെ നമുക്ക് റുക്കൂ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത് ഞാനിവിടെ അതിൻ്റെ ചിത്രവും അതുപോലെ തന്നെ റുക്കൂയിൽ ചെല്ലേണ്ട ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റുക്കൂ ചെയ്തതിന് ശേഷം ഈ ഒരു ദിക്ർ 3 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. സുബ്ഹാന റബ്ബിയൽ അലീമി വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീമി വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീമി വബിഹംദിഹി. അതിനുശേഷം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് റുക്കൂയിൽ നിന്ന് ഉയരുകയും കൈ താഴ്ത്തിയിട്ടിട്ട് കൈ ആട്ടുകയൊന്നും ചെയ്യാതെ നേരെ നിൽക്കുകയും വേണം. ഇപ്പോൾ ഉള്ള ഈ ഒരു സന്ദർഭത്തിനാണ് ഇഅ്തിദാലി എന്ന് പറയുന്നത്. ഈ ഇഅ്തിദാലിൽ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദിക്ർ ഇതാണ്: റബ്ബനാ ലക്കൽ ഹംദു മിൽഅ സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശഇത മിൻ ശൈഇൻ ബഅദ്. ഇതാണ് ദിക്ർ. അതിനുശേഷം പിന്നെ നമ്മൾ സുജൂദിലേക്ക് കടക്കണം. സുജൂദിൻ്റെ ചിത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് 3 തവണയാണ് ചൊല്ലേണ്ടത്. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. 2 സുജൂദാണുള്ളത്. 2 സുജൂദിനിടയിലും ഒരു ഇരുത്തുണ്ട്. ആദ്യം ഒരു തവണ സുജൂദ് ചെയ്തിട്ട് നമുക്കൊരു തവണ ഇരിക്കാനുണ്ട്. മുകളിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന്. അതിലെ കാല് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതുപോലെ ഇരിക്കുന്നതിന് സുജൂദുകളുടെ ഇടയിലുള്ള ഇരുത്തം എന്നാണ് പറയുന്നത്. ഈ സുജൂദുകളുടെ ഇടയിലുള്ള ഇരുത്തത്തിലും നമുക്കൊരു ദിക്ർ ചൊല്ലാനുണ്ട്. ആ ഒരു ദിക്റും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഇനി വർസുഖ്നി വഹ്ദിനി വആഫിനി. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഇനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇതാണ് ആ ഒരു ദിക്ർ. ഇത് ചൊല്ലിയതിന് ശേഷം നമ്മൾ നേരത്തെ അതുപോലെ തന്നെ പുതിയൊരു റക്അത്തിലേക്ക് കിടക്കുക. പുതിയൊരു റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ മേൽപോട്ട് ഉയർത്തിയിട്ട് നമ്മൾ തക്ബീർ കെട്ടുക. അതിനുശേഷം വീണ്ടും ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്ത്, പിന്നെ റുക്കൂ ചെയ്യുക. റുക്കൂയിലുള്ള ചെല്ലാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അതിനുശേഷം ഇഅ്തിദാൽ, വീണ്ടും ഇതുപോലെ സുജൂദ്. ഇനി 2ാമത്തെ റക്അത്തിൽ ഒരു അത്തഹിയാത്ത് ഉണ്ട്. 2 തവണ സുജൂദ് ചെയ്തതിന് ശേഷം നമ്മൾ എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരിക്കണം. അവിടെ തന്നെ നമ്മൾ ഇരുന്നിട്ട് അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബി റഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലുക. അപ്പോൾ ഇത് ചൊല്ലുന്നതിനിടയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വരുമ്പോൾ നമ്മുടെ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ ചൂണ്ടണം. ഈ സമയത്തൊക്കെ നമ്മൾ സുജൂദിലേക്കാണ് കേട്ടോ നോക്കേണ്ടത്.
അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ റക്കായത്തിലേക്ക് കടക്കണം. നമ്മളിപ്പോൾ ഇവിടെ മഗ്രിബിന് എക്സാമ്പിൾ എടുത്തതുകൊണ്ട് തന്നെ 3 റക്കായത്തുള്ളൂ. ഇനി ഇഷാവും അസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 റക്കായത്താണ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു റക്കായത്തും കൂടി നമ്മൾ അതിനിടയിൽ നിസ്കരിക്കണം. ഇനി മൂന്നാമത്തെ റക്കായത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതിനുശേഷം സുജൂദും ചെയ്തിട്ട് അത്തഹിയാത്ത്, നമ്മൾ നേരത്തെ ചൊല്ലല്ലോ അത്തഹിയാത്ത്, ഈ അത്തഹിയാത്ത് ഒരു തവണ ചൊല്ലുക. അതിന് പുറമെ اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد എന്നും അതിനുശേഷം اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഒന്നുകൂടെ പറയാം. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇതും ചൊല്ലുക. അതിനുശേഷമാണ് നമ്മുടെ സലാം വീട്ടൽ എന്ന് പറയുന്ന ദൗത്യമുള്ളത്. സലാം വീട്ടാണ് നമ്മൾ ആദ്യം വലത് ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് വലതു ഭാഗത്തേക്ക് തലചരിക്കുക. അതിനുശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് ഇടതു ഭാഗത്തേക്കും തലചരിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ നിസ്കാരത്തിലുള്ള എല്ലാ കാര്യങ്ങളും. 4 റക്അത്തുള്ളതാണെങ്കിൽ ഇതിനിടയിൽ ഒരു റക്അത്തും കൂടി നിസ്കരിക്കണം എന്നുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അതും ഇതൊക്കെ ചേർത്തിട്ട് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കമൻറ്റിൽ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അൽഹംദുലില്ലാ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിലുള്ള എല്ലാ ദിക്കറുകളും കാര്യങ്ങളൊക്കെ വായിച്ചത് എൻ്റെ അനിയനാണ്. ഓന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഓൻ്റെ ആഗ്രഹം എന്തായാലും സാധിപ്പിച്ചു കൊടുത്തു. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അല്ലാഹു തആല നല്ല ഈമാനുള്ള മരണം തരട്ടെ. അതുവരേക്കും എല്ലാ വക്തും 5 വക്തും നിസ്കരിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമുക്കെല്ലാവരും നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നിസ്കാരം നല്ല രീതിയിൽ പഠിയട്ടെ. നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കളെ നമുക്ക് ലഭിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു തആല പരലോക ജീവിതം സുഗമമാക്കി കൊടുക്കട്ടെ. ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും പരലോക ജീവിതം അല്ലാഹു തആല വിശാലമാക്കി തരട്ടെ. നമ്മളെല്ലാവരും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വേറെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.